ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ഗവൺമെന്റ് ജോലി അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ എത്തുന്നതെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഗവൺമെന്റ് ജോലിയും വർക്ക് ഫ്രോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോലിയും ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്. നമുക്ക് ജോലിയിലേക്ക് പോകാം. കേരള സർക്കാരിൻ്റെ ആകർഷകമായ ഡിജിറ്റൽ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് കെ ഫോൺ. നിങ്ങൾക്കറിയാം കെ ഫോണിന്റെ കാര്യം. അവിടെ പുതിയ ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഡിവൈഡർ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ സംരംഭത്തിൽ ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് എന്ന പദവിയിലേക്ക് നിയമനം നടക്കുകയാണ്. അപേക്ഷിക്കേണ്ട വിധം, യോഗ്യത, ശമ്പളം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ പറഞ്ഞുതരാം. വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഓരോ സംശയം നിങ്ങൾക്ക് വരാതിരിക്കാൻ ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്നത് സംസ്ഥാന സർക്കാരിന്റെ മഹത്തായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഓരോ ഗ്രാമത്തെയും ഹൈസ്പീഡ് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോഴത്തെ വിജ്ഞാപന പ്രകാരം ഡിസ്ട്രിക്ട് ടെലികമ്മ്യൂണിക് എക്സിക്യൂട്ടീവ് എന്ന പദവിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം 3 നിയമനം പൂർണ്ണമായും കരാർ അടിസ്ഥാനത്തിലാണ്. 1 വർഷത്തേക്കാണ് ആദ്യം നിയമിക്കുന്നത്. നിങ്ങളുടെ പ്രകടനത്തെ ആശ്രയിച്ച് കരാർ നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടേയിരിക്കാം. നിങ്ങളുടെ പരമാവധി പ്രായം 40 വയസ്സ് വരെയാണ് ഇവിടെ പറയുന്നത്. കൂടാതെ അടുത്ത് നിങ്ങളുടെ യോഗ്യതയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ യോഗ്യത ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്നത് കുറഞ്ഞത് 60% മാർക്കോടെ നിങ്ങൾ പാസ്സായിരിക്കണം. കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറഞ്ഞത് 3 വർഷം OFC ടെലി ഡിവൈസ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസിൽ നിങ്ങൾക്ക് പരിചയം വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്റർ അല്ലെങ്കിൽ എന്റർപ്രൈസ് ബിസിനസ് മേഖലയിൽ അനുഭവം എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്. ഇവിടെ നിങ്ങളുടെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സാലറി മന്ത്ലി 30,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് പ്ലസ് ഇൻസെന്റീവും മാസം 10,000 രൂപയും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് പ്രതിമാസം 40,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്ക് CMD കേരള വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് വഴിയാണ് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് 15 ഒക്ടോബർ 2025 രാവിലെ 10 മണിക്കാണ്. അവസാന തീയതി, ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി 29 ഒക്ടോബർ 2025 വൈകിട്ട് 5 മണി വരെയാണ്. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ 200 KB താഴെയും ഒപ്പ് 50 KB താഴെയും JPG ഫോർമാറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. എല്ലാത്തിനും ശരിയായി പൂരിപ്പിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപേക്ഷ പൂർണ്ണമായിട്ടും ചെയ്യാത്തവർ നിരസിക്കപ്പെടും. അടുത്തത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നിങ്ങൾക്കൊരു റിട്ടൺ ടെസ്റ്റും ഒരു ഇന്റർവ്യൂയും ഒരു സ്കിൽ ടെസ്റ്റും നിങ്ങൾക്കുണ്ടായിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണെന്ന് CMDയും കെ ഫോണും കൂടി ചേർന്നാണ് നിശ്ചയിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ഇമെയിലും SMS വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിലും വാലിഡ് ആയിട്ട് ഒരു മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ തന്നെ ഇവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അപേക്ഷിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അസൽ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെ മാർക്ക് ലിസ്റ്റ് മാത്രം മതിയാവില്ല. സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾക്ക് വേണം. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടതും കാര്യങ്ങളായിരിക്കും. തെറ്റായ വിവരം നൽകിയാൽ അപേക്ഷ റദ്ദാക്കപ്പെടും. ഇതാണ് കെ ഫോൺ വന്നിരിക്കുന്ന ജോലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിലെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 15/10/25 എൻഡിങ് ഡേറ്റ് 29/10/2025 ഓക്കെ. നിങ്ങളുടെ ജോബ് ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് എന്നാണ് നിങ്ങളുടെ ജോബ് ടൈറ്റിലിൻ്റെ പേര്. നിങ്ങളുടെ റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ട്. 30,000 സാലറിയാണ്, പ്ലസ് 10,000 ഇൻസെൻറ്റീവാണ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, 40 വയസ്സ് വരെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഞാൻ തന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനി എനിക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങളുടെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ടെലികമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ് കെ ഫോൺ. ഇതാണ് നിങ്ങളുടെ പോസ്റ്റ് വരുന്നത്. ഇവിടെ വേറെ പല ജോലികളുമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ജോബ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ കൊടുത്ത ശേഷം പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ കൊടുക്കുക.
അതിനുശേഷം നിങ്ങളുടെ പേര് നിങ്ങളുടെ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി, നിങ്ങളുടെ അഡ്രസ്, സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ്, കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, ഒരു ഡിക്ലറേഷനുകൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെയാണ്. സാങ്കേതിക വിദ്യയോട് ആകർഷണമുള്ളവർക്കും ടെലികോം മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കേരള സർക്കാരിൻ്റെ ഭാഗമായ K-Phone-ൽ ഒരു കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഗവൺമെൻറ് ജോലീസും അല്ലെങ്കിൽ വർക്ക് ഫ്രോം റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ എത്തുന്നതെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ ഒരുപാട് ജോലിയില്ലാത്ത കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.